ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴേ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിട്ടോ. ആ അബദ്ധം കാരണം ഒരു 9 റിയാലിന്റെ അടുത്ത് ചെലവായി. സംഭവേ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ടിക്കറ്റ് ഒക്കെ എടുക്കും. പല ആളുകളും ഓൺലൈനിലൊക്കെ എടുക്കും, അല്ലെങ്കിൽ ട്രാവൽസിന് എടുക്കും അല്ലെ. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഒമാനിൽ നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിൽ ടിക്കറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ടീമിനെ തരാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, നിങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ടിക്കറ്റ് കയ്യിൽ വന്നാല് കറക്റ്റ് ടൈം, അതേപോലെ അതിന്റെ ഡേറ്റും കാര്യങ്ങളും നമ്മൾ പിന്നെ ശ്രദ്ധിക്കണ കാര്യം വെച്ചാല് ലഗേജ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കൂടുതൽ കൊണ്ടുപോകാറുണ്ട്. ചിലപ്പോൾ പൈസ കിട്ടും, നിങ്ങളെ ഭാഗ്യം ഉണ്ടെങ്കിൽ കയറിപ്പോ അല്ല. പക്ഷെ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ, സലാമേറില് പെട്ടെന്ന് അവര് ഒറ്റപ്പെട്ടി 30 കിലോ എന്നുള്ള ഒരു പുതിയ റൂൾസ് കൊടുങ്ങിട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് എന്റെ ടീം പറയാൻ മറന്നു പോവുകയും ചെയ്തു. പക്ഷെ അത് കാരണം എനിക്ക് ഏകദേശം 9 റിയാലിന്റെ അടുത്ത് പോയി. അപ്പൊ നിങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് എന്ത് ചെയ്യാ, ടിക്കറ്റ് എടുത്ത ടീമിനോട് ചോദിക്കുക, 30 കിലോ ഒരു കാർട്ടൂണിലാണോ പോകേണ്ടത്, ഒറ്റ പെട്ടിയാണോ അല്ലെങ്കിൽ രണ്ടാണോ, അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടോ. ഞാൻ കുറെ ഒമാൻ ചിപ്സ് ഒക്കെ നടത്തിയിട്ട് 2 കാർട്ടൂണും കൊണ്ടിട്ട് പോയത്. ലാസ്റ്റ് അത് അവർ സമ്മതിച്ചില്ല. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഒരു 8 റിയാൽ 9 റിയാൽ കൊടുത്ത് വേറൊരു കാർട്ടൂൺ വാങ്ങി അത് നല്ല റാപ്പൊക്കെ ചെയ്തിട്ടാണ് പിന്നീടാണ് ഞാൻ ബോർഡിംഗ് പാസ് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റും.